നമസ്കാരം. നമ്മുടെ അഞ്ചുവിളക്കിൻ്റെ നാടിൻ്റെ ഒന്നാം ഭാഗം നിങ്ങളെല്ലാവരും കണ്ടതല്ലോ. ഇതിപ്പോൾ നമ്മുടെ രണ്ടാം ഭാഗമാണ് തുടങ്ങുന്നത്. ഇത് നമ്മുടെ പെരുന്നേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആൽത്തറയാണ്, മയിലാൽത്തറ. ഈ കാണുന്ന രാജവീതി ഭഗവാന്റെ ക്ഷേത്രനടയിലേക്കുള്ളതാണ്. ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് വേറൊരു ക്ഷേത്രം കൂടി നമുക്ക് കാണാൻ പറ്റും. കീഴ്ക്കുളങ്ങര മഹാദേവ ക്ഷേത്രം. പെരുന്ന വേലായുധസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വീതിയിലാണ് ഈ ക്ഷേത്രം. ഇതാണ് കീഴ്ക്കുളങ്ങര മഹാദേവ ക്ഷേത്രം. ഇവിടെ നമ്മൾ എത്തിയ സമയത്ത് ഇവിടെ സമയം കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് ഗേറ്റൊക്കെ അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നുള്ളത് അല്പം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള തെക്കോട്ട് പ്രതിഷ്ഠയായിട്ടിരിക്കുന്ന മഹാഗണപതിയുണ്ട്. ഇവിടെ വെളിപ്പുറത്തെത്തുന്ന ദേവനാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പെരുന്നേ അമ്പലത്തിൽ പോയിട്ട് വരുന്നവർ ഇവിടെയും തൊഴണമെന്നാണ്. പെരുന്നേ അമ്പലത്തിൽ പോയിട്ട് വന്ന് ഇവിടെയും തൊഴുതിട്ടേ പോകാവുന്നതാണ് ആചാരവും വിശ്വാസവും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഭഗവാനെ കണ്ടിട്ടേ പോകാവുന്ന ഇതാണ് ഗണപതി നട. തെക്കോട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ പെരുന്നേ വേലായുധസ്വാമിയുടെ ക്ഷേത്ര ഗോപുരവും നമ്മൾ ഈ കാണുന്നു. ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തെപ്പറ്റി മാത്രമായി നമ്മളൊരു വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. ഇതാണ് ഭഗവാന്റെ ക്ഷേത്രത്തിലേക്കുള്ള രാജവീതി. ഇതൊരു അൽത്തറയാണ്. ഇവിടെ ആല് നിലത്തേക്ക് ഊന്നി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുന്നിലായിട്ട് വേലായുധസ്വാമിയുടെ ഒരു ചെറിയൊരു വിഗ്രഹമുണ്ട്. പെരുന്നേ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാരികനെ വധിച്ചിട്ട് വന്ന് വേല് താപ്പോട്ടായി നിൽക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടുത്തെ. വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണിത്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഈ പ്രതിഷ്ഠ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അറിവിൽ പെരുന്നേലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മാത്രമേ ഉള്ളൂ എന്നാണ്. പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നാരങ്ങ വെച്ച് പ്രദക്ഷിണം വെച്ച് തൊഴുത് വരണമെന്നാണ്. അത് ഒരു വലിയൊരു വഴിപാടാണ്. വലിയൊരു വഴിപാടും അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. 12 ആഴ്ച നാരങ്ങ വെക്കണമെന്നോ എന്തോ ആണ്. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ അമ്പലക്കുളമാണ്. അപ്പോൾ ഈ ക്ഷേത്രക്കുളത്തിന് തന്നെ പറയാനായിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തെപ്പറ്റിയൊക്കെ. ഈ ക്ഷേത്രത്തിനകത്ത്, ഈ കുളത്തിനകത്തു കൂടി ഒരു ഗുഹ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ആ ഗുഹ അടച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്തൂടെ അന്നത്തെ രാജഭരണകാലത്ത് അവർക്ക് കുളിക്കാനായിട്ട് വരാനോ പുറത്തേക്ക് പോകാനോ ഒക്കെ ആയിട്ട് ചെയ്തതായിരിക്കാം. ഇത് നമ്മുടെ പെരുന്ന അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സർവീസ് സ്റ്റേഷനാണിത്. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ നിർത്തിയപ്പോൾ അതും ഇതിനകത്ത് തന്നെ വന്നു. ഇത് നമ്മുടെ പനച്ചിക്കാവ് ദേവീക്ഷേത്രം. ഈ പനച്ചിക്കാവ് ദേവീക്ഷേത്രം NSSൻ്റെ മേൽനോട്ടത്തിലാണ്. അത് വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചു പോകുന്നുണ്ട്. അവിടുത്തെ NSS കരയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രമോ. വളരെ ശക്തിയാർജിച്ച ദേവിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് പ്ലാത്തറ ഒരു കുടുംബക്ഷേത്രമോ. അത് കാവാണ്, പ്രധാനമായിട്ടത് കാവാണ്. ആ കാവിൻ്റെ അപ്പുറത്തായിട്ടുള്ളതാണ് ഈ വാസുദേവപുരം ധന്വന്തരി ക്ഷേത്രം. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഈ കാണുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ എല്ലാം പരിസരം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 100, 200, 500 വർഷം പഴക്കമുള്ള ഓരോ ആൽത്തറകൾ നമുക്ക് എല്ലാ ഭാഗത്തും കാണാം. വളരെ ശുദ്ധമായ വായു പണ്ട് എല്ലാവരും ശ്വസിച്ചിരുന്നത് ഈ ആൽത്തറയുടെ ഭാഗത്തു നിന്നാണ്. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ആവണീശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. ഇവിടെ ശിവരാത്രി ഭയങ്കര പ്രാധാന്യമാണ്. ഇവിടുത്തെ ശിവരാത്രി ഭയങ്കര ആഘോഷമാണ്. ഇവിടുത്തെ ശിവരാത്രി, ഇത് ശിവരാത്രിയുടെ ഭാഗമായിട്ട് അവിടെ പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും NSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഹോസ്പിറ്റലും ഒക്കെയാണ് ഈ കാണുന്നത്. ഇത് ചങ്ങനാശ്ശേരി ടൗണിൽ തന്നെ അടുത്തടുത്താണ്. ദേ കണ്ടില്ലേ, ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇത് NSSൻ്റെ ഹോസ്പിറ്റല്, NSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിനോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ആ ക്ഷേത്രവും NSSൻ്റെ വകയായിട്ടുള്ളത്. ഇത് NSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കവാടമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കോളേജും സ്കൂളും എല്ലാം ഉണ്ട്. ഇത് ഈ വഴി NSSൻ്റെ കോളേജും സ്കൂളും ഹെഡ്ക്വാർട്ടേഴ്സും
പ്രതിനിധി സഭയും മന്നം ജയന്തിയൊക്കെ ഇവിടെയാണ് ആഘോഷിക്കുന്നത്. ഇതിനകത്ത് മന്നത്ത് ആചാര്യൻ്റെ അടക്കം ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. അതാണ് ആ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം. പിന്നെ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് പിന്നെ NSSൻ്റെ ഒരു ദേവീക്ഷേത്രമുണ്ട്, മാരണത്തുകാവ് ഭദ്രകാളി ക്ഷേത്രമാണത്. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ക്ഷേത്രമാണ്, ക്ഷേത്രത്തിലേക്ക് കയറുന്ന കവാടമായി കാണുന്നത്. ഇപ്പം നമ്മൾ സമയം കഴിഞ്ഞത് പോയിട്ട് എല്ലായിടത്തും അടച്ചിരിക്കുകയാണ്. ഇതും NSS ആണ് പരിപാലിച്ചു പോകുന്നത്. അത് ഇതിൻ്റെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ നിർമ്മാണം ചെയ്തിട്ടുമുണ്ട്, അത് പരിപാലിച്ചിട്ടുമുണ്ട്. ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളായി കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്ന ഒന്ന് മഹാനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ ആദ്യമായി പണി കഴിപ്പിച്ച കെട്ടിടമാണ് ഈ കാണുന്നത്. അത് നമുക്ക് അവിടെ ഗേറ്റ് അടച്ചിരിക്കുകയായിട്ട് നമുക്കത് ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പറ്റുന്ന രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയാണത്. ആ കെട്ടിടമാണ് അദ്ദേഹം ആദ്യമായി NSSന് വേണ്ടി പണി കഴിപ്പിച്ചത്. അതിനോടനുബന്ധിച്ചുള്ളതാണ് ഈ ക്ഷേത്രവും. ഈ ഇതിനുള്ളിൽ കാണുന്നതാണ് NSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും കോളേജും സ്കൂളുകളും അതിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളൊക്കെ. ഇത് നമ്മുടെ ആ വഴിയിൽ തന്നെയുള്ള ഒരു ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട്, തിരുമല ഉമാമഹേശ്വര ക്ഷേത്രം. ഇവിടെ ശിവനും പാർവതിയുമാണ്, ഉമയും മഹാദേവനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അവിടുത്തെ ഒന്നും ഷൂട്ട് ചെയ്യാനോ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി ഒന്നും സംസാരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ആരും ഇല്ലായിരുന്നു. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോ നമ്മൾ പിന്നീട് ഇടും. കണ്ട ഇതാ ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം. ഇപ്പം അവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. ഇല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇനിയുണ്ട്, 2-3 ദിവസമുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കമാനങ്ങളായി കാണുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ളായിക്കാട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അയ്യപ്പ ക്ഷേത്രം. അതിലെ ഒരു പ്രധാന ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ സീസണിൽ ഭക്തർക്ക് ഏത് സമയം ചെന്നാലും അന്നദാനവും രാത്രിയിൽ വരുന്ന ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ചുക്ക് കാപ്പിയും എപ്പോഴും വിതരണം ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഉത്സവം കഴിഞ്ഞു. ഇത് പ്രധാന ഒരു ആൽത്തറയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ ചങ്ങനാശ്ശേരി 5 വിളക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ടാറ്റാ.